ആൾക്കാർക്ക് വേണ്ടത് നല്ല കണ്ടന്റ്. നല്ല കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് തുണി ഉടുത്താലും തുണി ഉടുത്തില്ലെങ്കിലും കണ്ടന്റ് കയറി വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ എല്ലാവരുടെ ഒരു ചിന്താഗതി ഉണ്ട്, ഇറക്കിയിട്ടാലേ മില്യൺ പോകത്തുള്ളൂ. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഞാൻ ഇപ്പൊ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന സാരി തന്നെയാണ് ഞാൻ എന്റെ വീഡിയോസ് എല്ലാം ചെയ്യുന്നത് ആണല്ലോ, അതിൽ മാറ്റമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഓക്കെ വീഡിയോസ് ആണ് നിൽക്കുന്നത്, എനിക്ക് ഇറക്കിയിടാം. അതിന്റെ ആവശ്യമില്ല. നമ്മള് റീച്ച് കൂടാൻ വേണ്ടിയിട്ട് വസ്ത്രം മാറ്റണമെന്നില്ല. കണ്ടന്റ് ആണ് ആൾക്കാർക്ക് വേണ്ടതല്ലേ? കണ്ടന്റിന് വേണ്ടിട്ട് ആൾക്കാർ നോക്കുന്നത്. നിങ്ങൾ മാറ്റാനായിട്ട് ഒരാൾ ശ്രമിക്കുമ്പോൾ നാട് കൂടെ ഇല്ലാത്ത അവസ്ഥയായി. അത്രേ പറയാം. നല്ല നല്ല കണ്ടന്റുകൾ വരട്ടെ. അപ്പൊ ആരോപണം എന്ന് പറയുന്നത് തുണി മാറ്റിയിട്ട് തുണി കുറച്ച് റീച്ച് കൂട്ടുക എന്നതാണ് ഇപ്പൊ നിലവിൽ പൊതുവെ കാണുന്നത്. അങ്ങനെയാണ് ഇപ്പൊ ഇപ്പോഴത്തെ ലോകമാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ സാധാരണ ഞാൻ നല്ല പർദ്ദയൊക്കെ ഇട്ട് ഒരു കണ്ണ് മാത്രം വെളിയിൽ കാണിച്ച ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിന് എത്ര ലൈക്ക് വരും? 2 ലൈക്കോ 3 ലൈക്കോ എങ്ങാനും വരും. അതൊന്ന് മാറി എന്റെ ഇത് ഞാനെന്ന് എക്സ്പോസ്ഡ് ആയിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ലൈക്ക് കൂടും. ഇത് ഞാനിപ്പോ പറയാൻ കാരണം വേറൊന്നും കണ്ടല്ല, എന്റെ ഏതോ ഒരു യൂട്യൂബ് വീഡിയോയിൽ കിടക്കുന്നുണ്ട്, ഗ്ലാമറസ് വീഡിയോ ചെയ്യുന്ന ആളാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം കേട്ടോ. എനിക്കത് ഞാൻ ആലോചിക്കുന്നത് എന്ത് ഗ്ലാമറസ് ആണ്. ഞാൻ എല്ലാ വീഡിയോസിലും കല്യാണത്തിനായാലും ഞാൻ എല്ലായിടത്തും വരുമ്പോൾ നിങ്ങൾ കാണുന്നതാണ് എന്റെ ഡ്രസ്സിങ് എങ്ങനെയാണെന്ന്. സാരി ഉടുക്കുമ്പോൾ ചിലപ്പോൾ എനിക്കത് ഫ്ലെക്സിബിൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനത് കാണിക്കും എന്ന് പറഞ്ഞ് ഞാൻ ബാക്കിയൊന്നും കാണിക്കുന്നില്ല. എന്റേതായ ഇതിൽ നമുക്ക് എപ്പോഴും അല്ലേ, നമ്മുടെ ഒരു കോസ്റ്റ്യൂം ഇട്ട് കംഫർട്ടിൽ നടക്കുക. അതിപ്പോ ഒരാൾ വന്നിട്ട് നീ ഇട്ടിരുന്ന കോസ്റ്റ്യൂം കൊള്ളൂല എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴത്തെ ഉള്ള കോൺഫിഡൻസ് എല്ലാം പോകും. പക്ഷെ ഇപ്പോൾ ഉള്ള പെൺകുട്ടികൾ സത്യം പറഞ്ഞ കോസ്റ്റ്യൂം ഒന്നും വേണ്ട, തുണി വേണ്ട. തുണി ഇല്ലാതെ എങ്ങനെ റീച്ച്? പ്രൊഫഷനിൽ നിൽക്കുന്നവരാണെങ്കിൽ സീരിയൽ താരങ്ങളോ സിനിമാ താരങ്ങളോ ആൽബം ആർട്ടിസ്റ്റ് അങ്ങനെ എന്താണെങ്കിൽ അവർക്ക് അവരുടേതായ കോസ്റ്റ്യൂം അത് ധരിക്കുന്നതിൽ നമ്മൾ